രോഹിതേട്ടാ, ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനായി UDF കുറേയേറെ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി CK ജാനു, PV അൻവർ പോലെയുള്ള വ്യക്തികളെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ PV അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം എത്രത്തോളം എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക്, UDF-ലേക്ക് അടുപ്പിച്ചത് കൊണ്ട് എന്ത് നേട്ടമാണ് കോൺഗ്രസിന് ഉണ്ടാകുന്നത്? PV അൻവറിന്റെ UDF പ്രവേശനത്തെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഘർ വാപ്പസി എന്നാണ്. അതായത് നിലമ്പൂരിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് തറവാട്ടിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുത്തിട്ടുള്ള ഒരു പിതൃത്വം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് PV അൻവർ. നിലമ്പൂരിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ, അതായത് നിലമ്പൂർ എന്നാൽ ആര്യാടൻ എന്നും ആര്യാടൻ എന്നാൽ നിലമ്പൂരെന്നും വിശേഷിപ്പിച്ചിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആര്യാടൻ കയ്യേറിയിരുന്ന അധികാര സ്ഥാനങ്ങൾ, കോൺഗ്രസിലെ അപ്രമാദിത്യമൊക്കെ കണ്ട് അവിടെ നിന്നാൽ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ PV അൻവർ ഇടതുപക്ഷത്തിലേക്ക് ചേക്കേറുകയും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ആര്യാടിൽ നിന്ന് നിലമ്പൂർ പിടിക്കുകയും പിന്നെ PV അൻവറിന്റെ ഒരു തേരോട്ടമായിരുന്നു. ഒരുപക്ഷെ മുഹമ്മദ് റിയാസിനേക്കാൾ, അതായത് മുഹമ്മദ് റിയാസിന്റെ പേരെടുത്ത് പറയാൻ കാരണം അദ്ദേഹം പിണറായി വിജയന്റെ സണ്ണിലോയാണ്, അതുകൊണ്ടാണ്. മരുമകൻ എന്ന് പറയുമ്പോഴാണല്ലോ കുഴപ്പം, സണ്ണിലോയാണ്, അതുകൊണ്ടാണ്. മുഹമ്മദ് റിയാസിനേക്കാളൊക്കെ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന സൈബർ അന്തംഗമ്മികളെക്കാളൊക്കെ ഇടതുപക്ഷത്തിന്, പിണറായി വിജയന്, പിണറായി ചേരിക്ക് പ്രൊട്ടക്ഷൻ മതിൽ തീർത്ത നേതാവിന്റെ പേര് PV അൻവർ. ആ കാര്യത്തിൽ ഞാൻ PV അൻവറിനെ അംഗീകരിക്കും. ഒരു സമയത്ത് സൈബർ കടന്നലുകളെ ഉപയോഗിച്ചുകൊണ്ട്, കടന്നൽ രാജ എന്നാണ് അദ്ദേഹത്തെ സൈബർ ലോകം വിളിച്ചത്, ഇടതുപക്ഷ സൈബർ ലോകം വിളിച്ചത്. ഇടതുപക്ഷത്തെ തൊടുന്നവൻ ഏത് കൊമ്പനായാലും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്ന ഒരു പ്രഹരം ഉണ്ടല്ലോ. നമുക്കറിയാം, മലയാളത്തിലെ സൈബർ ഇടങ്ങൾ, അതായത് ഓൺലൈൻ മാധ്യമങ്ങൾ, അതൊരു വലിയ ശക്തി കേന്ദ്രമാണ്. ഒരു നേതാവിനെ ഇല്ലാതാക്കാനും ഒരു നേതാവിനെ സൃഷ്ടിച്ചെടുക്കാനും സാധിക്കുന്ന അത്രയും ബലവത്തായ ഇടങ്ങളാണ് സൈബർ ഇടങ്ങൾ. അതിൽ തന്നെ ഏറ്റവും പ്രമുഖമായ മറുനാടൻ മലയാളി പോലെയുള്ള മാധ്യമങ്ങൾ. ഈ മാധ്യമത്തിലെ ഷാജൻ സ്കറിയ എന്ന മാധ്യമപ്രവർത്തകൻ, ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ, ഇപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകൻ, ഇപ്പോൾ ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം അടങ്ങുന്ന ഒരു വലിയ ചേരിയെ നെഞ്ചുവിരിച്ചു നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് എതിർക്കുമ്പോൾ PV അൻവറിന് പേടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. PV അൻവറിന്റെ അമ്യൂസ്മെന്റ് പാർക്കുമായി ബന്ധപ്പെട്ട തടയണ നിർമ്മാണം അടക്കം, അദ്ദേഹത്തിന്റെ സ്വർണ്ണ കൃഷി അടക്കം. നോക്കൂ, നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മാസങ്ങളോളം വിട്ടുനിന്നതിനു ശേഷം എയർപോർട്ടിൽ ഇറങ്ങിയ PV അൻവറിന് ലഭിച്ച വലിയ സ്വീകാര്യതയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഉറപ്പായും ഈ മാധ്യമങ്ങളെ, ഇപ്പോൾ റിപ്പോർട്ടർ TV ഒരുപാട് UDF-ന്, കോൺഗ്രസിന് ഒരുപാട് തലവേദനകളുണ്ടാകും. എങ്കിൽ പോലും റിപ്പോർട്ടർ TV തള്ളിപ്പറയാൻ കോൺഗ്രസിന്റെ മുൻനിര നേതാക്കന്മാർ ആരും തയ്യാറാകാറില്ല. ആരൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈ മാധ്യമങ്ങളെ വിമർശിച്ചാൽ പോലും അവരെ അടുപ്പിച്ച് നിർത്താനാണ് ശ്രമിക്കാറുള്ളത്. പക്ഷെ PV അൻവറിന് അത്തരത്തിലുള്ള ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ പിണറായി വിജയനെ ആര് പറയുന്നു അവരെ ശത്രുവാക്കി കണ്ടുകൊണ്ട് ഒരു PR ടീം തന്നെ ഉണ്ടാക്കിക്കൊണ്ട് കിട്ടുന്ന പ്രഹരങ്ങൾക്കെല്ലാം 10 ഇരട്ടി തിരിച്ച് പ്രഹരമേൽപ്പിച്ച നേതാവിന്റെ പേരായിരുന്നു PV അൻവർ ഇടതുപക്ഷത്തിൽ. അപ്പോ അദ്ദേഹം വളർത്തിയ കടന്നൽ കൂട്ടം തന്നെ അദ്ദേഹത്തിനെ തിരിഞ്ഞാക്രമിക്കുന്നതും പിന്നീട് നമ്മൾ കണ്ടു. ഇത് കാലത്തിന്റെ കാവ്യനീതി പോലെ അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കിട്ടുന്ന സാഹചര്യവും നമ്മൾ കണ്ടു. അപ്പോൾ നിൽക്കുന്ന പാളയം ഏതാണോ ആ പാളയത്തിൽ നിന്നുകൊണ്ട് തനിക്കിഷ്ടപ്പെട്ട നേതാവിന് വേണ്ടി സംരക്ഷണം ഒരുക്കാൻ മടിയില്ലാത്ത PV അൻവർ. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം മണി പവറും മസിൽ പവറും ഒക്കെ നിലമ്പൂരിൽ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് PV അൻവർ. ഒരു ഘട്ടത്തിൽ PV അൻവറിനെ തിരിച്ച് സംരക്ഷിക്കുന്നതിനും ഇടതുപക്ഷം പലപ്പോഴും കളമൊരുക്കിയിരുന്നു. PV അൻവറിനെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ വന്നാലും PV അൻവറിനെ ഒന്ന് സംരക്ഷിക്കാൻ പിണറായി വിജയന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എപ്പോഴും അവരത് കരുതി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ചില സാഹചര്യങ്ങൾ, അത് ആഭ്യന്തരവുമായി ബന്ധപ്പെട്ട 1-2 വിഷയങ്ങളിൽ PV അൻവർ പിണറായി വിജയനോട് മാനസികമായി അകലുകയും പിതൃതുല്യനായി കണ്ടിരുന്ന പിണറായി വിജയനെയും സഹോദര തുല്യനായി കണ്ടിരുന്ന അദ്ദേഹത്തിന്റെ സണ്ണിലോയും മുഖ്യ ശത്രുക്കളായി പിന്നീട് പ്രഖ്യാപിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അത് അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്നൊരു സാഹചര്യമാകാം ഒരു പക്ഷെ. നമുക്ക് PV അൻവറിന്റെ മനസ്സിലുള്ളതുപോലെ തന്നെ ഇതേ അസ്വസ്ഥതയുള്ള ഒരുപാട് നേതാക്കന്മാർ ഇടതുപക്ഷത്തുണ്ട്. ഇല്ല എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ ഭാവിയെ ഓർത്ത് അവർ മുന്നോട്ട് വെക്കുന്നതെന്ന് മാത്രമാണ്. ഉദാഹരണം എടുക്കുക, AN ഷംസീർ എന്ന് പറയുന്ന MLA ന്യൂനപക്ഷ വിഭാഗക്കാരനാണ്. സ്വാഭാവികമായും മുഹമ്മദ് റിയാസിനേക്കാൾ നിയമസഭയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേതാവാണ്. അപ്പോൾ മുഹമ്മദ് റിയാസ് ആദ്യ തവണ വിജയിച്ചു വരുമ്പോൾ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളായ പൊതുമരാമത്തും, ജി സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ കൈയാളിയിരുന്ന പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും ലഭിച്ച നേതാവാണ് മുഹമ്മദ് റിയാസ്. സ്വാഭാവികമായിട്ടും ഷംസീറിന് ആ വിഷയത്തിൽ എതിർപ്പില്ല എന്ന് പറഞ്ഞാൽ ഷംസീർ
മനുഷ്യനല്ല എന്നാണ് അർത്ഥം. മനുഷ്യനായി പിറന്ന ആർക്കും, എനിക്കായാലും ഉണ്ടാവും, മേഘയ്ക്കായാലും ഉണ്ടാവും, ആർക്കായാലും ഉണ്ടാവും. എൻ്റെ സീനിയോറിറ്റി പരിഗണിക്കപ്പെട്ടില്ല. എന്ത് പ്രിവിലേജാണ്. ഇപ്പോൾ മതപരമായി ഒക്കെയാണല്ലോ സീറ്റുകളൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ വിഭജിച്ച് പോവുക. അപ്പോൾ ഈ എതിർപ്പ് എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷെ പി വി അൻവറിന് വെട്ടെന്ന് മുറി രണ്ട് സ്വഭാവം ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇലക്ഷൻ വരുമ്പോൾ അറിയാം മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും പി വി അൻവർ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്നു. പി വി അൻവറിനുണ്ടായ നഷ്ടങ്ങൾ അത്ര ചെറുതൊന്നുമല്ല. അത് പി വി അൻവർ ഒന്നും മിണ്ടാതെ നിലമ്പൂരിന്റെ ഒരു MLA ആയി തുടർന്നിരുന്നെങ്കിൽ പി വി അൻവറിന്റെ ഇടതുപക്ഷത്ത് സുഖമായി തുടരാമായിരുന്നു. ഇനി എത്ര വലിയ UDF കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും പി വി അൻവറിന് അവിടെ ജയിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പി വി അൻവർ ഒരുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അവസാനം പി വി അൻവറിന് ഇടതുപക്ഷത്ത് നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോഴും പി വി അൻവർ വിചാരിച്ചത് ഞാനൊരു വലിയ കിങ് മേക്കറൊക്കെയാണ്, സ്വാഭാവികമായിട്ടും കടന്നൽ രാജയാണ്, ഒരുപാട് വാഴ്ത്തുപാട്ടുകൾ കേട്ടാണ്. നമുക്ക് മലയാള മലയാളിയുടെ താഴെ പോയി നിന്നിട്ട് പി വി അൻവർ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ട്, നിന്റെ 6ാം നിലയിൽ നിന്ന് താഴെ ഇറക്കി അവിടെ ഫുൾ ട്രേഡ് നടത്തി. പിന്നീട് ഷാഹിസ്കരി അതിലേക്ക് തരണം ചെയ്ത് മലയാള മലയാളി തിരിച്ചു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇദ്ദേഹം ചെസ് നമ്പർ ഇടുന്നൊരു സമയം ഉണ്ടായിരുന്നു. മേഘയ്ക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. മേഘയ്ക്ക് അന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിലായതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഇവർ ചെസ് നമ്പർ ഇട്ടിരുന്നു. 1ാം നമ്പർ ചെസ് നമ്പർ ഇട്ടത് മലയാള മലയാളിക്കായിരുന്നു. 2ാം നമ്പർ കർമ്മ ന്യൂസിന് ചെസ് നമ്പർ ഇട്ടു. 3 ക്രൈം നന്ദകുമാറിന് ചെസ് നമ്പർ ഇട്ടു. 4 ഞാൻ ചീഫ് എഡിറ്റർ ആയിട്ടിരുന്ന നവകേരള ന്യൂസിനാണ് പുള്ളി ചെസ് നമ്പർ ഇട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളന്ന് ഇദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രശ്നം എന്നറിയണമല്ലോ. സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന പോലെ വ്യക്തിപരമായിട്ടൊന്നും നമ്മൾ ഇദ്ദേഹത്തെ ഉപദ്രവിക്കുക, കാര്യങ്ങൾ പറഞ്ഞു പോയിട്ട് വാർത്തകൾ ചെയ്തു പോയിട്ട്. അപ്പോൾ അന്ന് വളരെ കാര്യമായി അദ്ദേഹം നമ്മളോട് സംസാരിച്ചു കുറേ നേരം. അദ്ദേഹം പറഞ്ഞു അനാവശ്യമായ വാർത്തകൾ, അനാവശ്യമായ വിവരങ്ങളുമായി ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ നിന്നാൽ ഉറപ്പായും തിരിച്ചടി ഉണ്ടാകുമെന്നതിന്റെ സന്ദേശമാണ് ഞാൻ തന്നത്. ആ തരത്തിലൊക്കെ ഉണ്ടായി. പിന്നീട് ആ പോസ്റ്റ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തത് മാറ്റാം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. എൻ്റെ ടീമിനോട് ഞാൻ പറയാം, അവരുടെ PR ടീമാണ് അത് ചെയ്യുന്നത്, അവരോട് തന്നെ പറയാം. എൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളെ സംബന്ധിച്ചുള്ള അത് പബ്ലിസിറ്റി ആണല്ലോ, ഇട്ടോളൂ എന്ന് പറഞ്ഞത് ഒഴിവാക്കുകയും ചെയ്തു. അപ്പം നിലപാടുകൾ കൃത്യമായി പറഞ്ഞു പോകുന്ന ഒരു നല്ല മനുഷ്യനാണ് ഈ പറയപ്പെടുന്ന പി വി അൻവർ എന്ന് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന അതിയായ മോഹം ഉണ്ടായിരുന്നു. അത് ഏത് വഴിയിലൂടെ വരണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. സ്വാഭാവികമായും ആര്യാടൻ കുടുംബം ഇപ്പോഴും ആര്യാടൻ മുഹമ്മദിന്റെ കുടുംബ വീടിന്റെ മുന്നിൽ പോയി MLA ഓഫീസ് തുറന്ന് അവിടെ കയറിയിരുന്ന ആളുടെ പേരാണ് പി. അത് ഹീറോയിസ് ഒക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ പട്ടി ഷോ എന്നൊക്കെ പറയും. അത് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം, അല്ലെങ്കിൽ ഹീറോയിസം എന്ന് വിളിക്കുക, ഇഷ്ടപ്പെടുന്നവർക്ക് എന്ത് തന്നെയായാലും. അപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആര്യാടൻ കുടുംബത്തിലെ ആര്യാടൻ ഷൗക്കത്ത് UDFനെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രിയപ്പെട്ട നേതാവാണ്. BS ജോയ് UDFനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടതാണ്. ഈ 2 ഓപ്ഷൻസ് മുന്നിൽ നിൽക്കുമ്പോൾ പി വി അൻവറിന് വേണ്ടി നിലപാട് മാറ്റം വേണ്ട, പി വി അൻവറിന്റെ സഹായമില്ലാതെ UDFന് അവിടെ വിജയിക്കാൻ സാധിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഉറച്ച വിശ്വാസം, നോ കോംപ്രമൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നു. അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് അവിടെ ഒരു ടീം UDF ഒരുമിച്ച് നിന്ന് മുസ്ലിം ലീഗിന്റെ വലിയ സഹായം ഉണ്ടാകുന്നു. ആര്യാടൻ ഷൗക്കത്ത് അവിടെ വിജയിച്ച് കയറുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ പരാജയപ്പെട്ട് എല്ലാ പരാജയങ്ങളും അംഗീകരിച്ച് ഒരു സംവിധാനത്തിന് മുന്നിലേക്ക് നിങ്ങൾ പറയുന്ന ഉപാധികൾ എന്ത് തന്നെ ആയാലും, അന്ന് അൻവർ പറഞ്ഞത് ആഭ്യന്തരം വേണം, വനംവകുപ്പ് വേണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അൻവർ അന്ന് സംസാരിച്ചത് മുഴുവൻ ആ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളത് വിസ്മരിച്ചു പോലും. നിലമ്പൂർ എന്ന് പറയുന്ന വലിയ ഭൂപ്രദേശം, വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന ഭൂപ്രദേശം, ഈ വന്യജീവി ആക്രമണത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു വലിയ ജനവിഭാഗമാണ്. ആ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അൻവർ അവസാന നിമിഷം സംസാരിക്കേണ്ടി വന്നത്. പക്ഷെ അത് സംസാരിക്കാൻ അവസാന നിമിഷങ്ങളായി എന്നുള്ളത് അൻവറിന്റെ ഒരു തെറ്റാണ്. ആ തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് ചെയ്തു പോയ അപരാധങ്ങൾക്കൊക്കെ VD സതീശന് നേരെ മീൻ വണ്ടിയിൽ കണ്ടെയ്നർ ലോറിയിൽ പണം കൊണ്ടുവന്നുവെന്ന് നിയമസഭയിൽ പ്രസംഗിച്ച നേതാവാണ് പി. രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തെ, രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകനല്ല എന്ന തരത്തിൽ അദ്ദേഹത്തിന് DNA പരിശോധന വേണമെന്നൊക്കെ വാദിച്ച നേതാവ്. പക്ഷെ ഇതെല്ലാം മാപ്പ് പറയും, പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പരിഹാരമെന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇല്ലേ? ഉണ്ട്. അപ്പോ സ്വാഭാവികമായും ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം നിരുപാധികം മാപ്പ് പറഞ്ഞുകൊണ്ട് UDFലേക്ക് എത്തുന്ന പി വി അൻവർ ഒരു അക്കോമഡേഷൻ കൊടുക്കുക എന്നുള്ളത് UDFന്റെ രാഷ്ട്രീയ മര്യാദയാണ്. UDF ആ രാഷ്ട്രീയ മര്യാദ കാണിക്കുന്നു. പി വി അൻവർ പറഞ്ഞാൽ എന്താ, മത്സരിക്കണ്ട എന്ന് UDF പറഞ്ഞാൽ മത്സരിക്കാതെ നിരുപാധികം തന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് UDFനൊപ്പം നിൽക്കും. പക്ഷേ പി വി അൻവർ സത്യത്തിൽ അടിത്തട്ടിൽ കളി തുടങ്ങി. നിലമ്പൂരിലല്ല പി വി അൻവറിന്റെ കളി. പി വി അൻവറിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് ഒന്നുകിൽ പിണറായി വിജയനെ വീഴ്ത്തണം, അല്ലെങ്കിൽ സൺ ഇൻ ലോ ആയിട്ടുള്ള മുഹമ്മദ് റിയാസിനെ വീഴ്ത്തണം.
പി.വി. അൻവറിന്റെ UDF പ്രവേശനത്തിന്റെ വാർത്തകൾ തീരുമാനം വരുന്നതിന് 2 ദിവസം മുമ്പ് തൊട്ട് ബേപ്പൂരിൽ അങ്ങിങ്ങായി പി.വി. അൻവറിന് സ്വാഗതം വരളിക്കൊണ്ടുള്ള ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പി.വി. അൻവറിന്റെ ടീം തന്നെ ചെയ്യുന്നതാകാം. ഇത്തവണ ആ മത്സരം ബേപ്പൂരിലാകും. മുഹമ്മദ് റിയാസും പി.വി. അൻവറും. ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്ന ആളാണ് താനെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള ഒരു എനർജി പി.വി. അൻവറിനില്ല. പി.വി. അൻവർ DMKയുടെ സഹായമൊക്കെ തേടിപ്പോയി. DMKയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അണ്ണനും അവിടെ തമ്പിയുമാണ് ഭരിക്കുന്നത്. അപ്പോൾ DMKയുടെ സപ്പോർട്ട് എന്തായാലും ഒരു അണ്ണന്റെ എതിരാളിക്ക് തമ്പി ഒരു സപ്പോർട്ട് കൊടുക്കാനുള്ള സാഹചര്യമില്ല. അപ്പോൾ UDFിലേക്ക് വരുന്നു. പി.വി. അൻവർ വീണ്ടും കരുത്തരാകുന്നു. UDFിന് ഒരു സ്വഭാവമുണ്ട്. ഇടതുപക്ഷത്തുനിന്ന് വരുന്നവരെയൊക്കെ ചങ്ക് പറിച്ചങ്ങ് സ്നേഹിക്കും. വനിതമാരോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. കോൺഗ്രസ് നേതാക്കൾ അത് തിരിച്ചു അങ്ങോട്ടാ. നമ്മൾ ഗണേഷ് കുമാറിനെയൊക്കെ കണ്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വിരുന്ന് വരുന്നവർക്കാണ് ഈ മുന്നണികളിലൊക്കെ ഒരു പ്രത്യേക സ്ഥാനമുള്ളത്. ബേപ്പൂരിൽ ഈ പറയപ്പെടുന്ന UDFന് വലിയ പോർമുഖം തുറക്കാൻ പി.വി. അൻവറിന് സാധിക്കും. അതൊരു രാഷ്ട്രീയ മത്സരത്തിന് വേദി ഒരുങ്ങും. വലിയ ഫൈറ്റ് നടക്കും. പക്ഷെ ചേട്ടാ, ഈ ഒരു ഘട്ടത്തിൽ പി.വി. അൻവറിനെ UDFിലേക്ക് വരണമെന്ന് പറഞ്ഞ സമയത്ത് VD സതീശൻ നോ പറഞ്ഞിട്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ക്ഷണിക്കുന്ന നീക്കത്തിലേക്ക് പോയത്? അഹങ്കാരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരാള്, ഞാനാണെല്ലാം, ഈ നാട് എന്റേതാണ് എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം വന്ന് ഡിമാൻഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ മേഘ ഒരു പ്രമുഖ ചാനലിൽ ജോലി ചെയ്യുകയാണെന്ന് നോക്കൂ. മേഘ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. മേഘയെ പുതിയതായി തുടങ്ങുന്ന ഒരു സ്ഥാപനം ഒരു സ്ഥാപനം ജോലിക്ക് വിളിക്കുകയാണ്. അപ്പോൾ മേഘയെ സംബന്ധിച്ചിടത്തോളം മേഘയുടെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും? അത് ഞാൻ വ്യക്തികേന്ദ്രീകൃതമല്ല, അല്ലാതെ ചോദിക്കുകയാണ്. മേഘയുടെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും? പ്രത്യേകിച്ച് അല്ല, മേഘ വർക്ക് ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനിയിലാണ് നിൽക്കുക. ഒരു ചാനൽ കോർപ്പറേറ്റ് കമ്പനി നേതൃത്വം കൊടുക്കുന്ന ഒരു 12,000 സ്റ്റാഫുള്ള ഒരു 12,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാനൽ. ആ ചാനലിലെ മുഖങ്ങളിൽ ഒന്നാണ് മേഘ. അപ്പോഴാണ് ഇപ്പുറത്തിരുന്നുകൊണ്ട് ഒരു ഓൺലൈൻ മാധ്യമം വിളിക്കുകയാണ്, മേഘ ഞങ്ങൾക്ക് ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, ജോലിക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മേഘയുടെ മറുപടി എന്തായിരിക്കും? ഇല്ല എന്നായിരിക്കും ചിലപ്പോ വരിക. അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സാഹചര്യം അല്ല, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മേഘ ഇവരെ ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്ത് പറയും? എന്തെങ്കിലും കണ്ടീഷൻസ് ഡിമാൻഡുകൾ വെക്കും. അത് സാലറി ആയിരിക്കും. ഒരു പക്ഷേ ഈ കോർപ്പറേറ്റ് കമ്പനിയിൽ കിട്ടുന്ന 50,000 രൂപയാണെങ്കിൽ മേഘ അവരോട് ചോദിക്കാൻ മതി, എനിക്ക് 1,00,000 രൂപ സാലറി വേണം, കുറെ ഡിമാൻഡുകൾ വെക്കും, എനിക്ക് ഇന്ന ഡെസിഗ്നേഷൻ വേണം, എനിക്ക് ഇന്ന സൗകര്യങ്ങൾ വേണം എന്ന് പറയും. സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്യും? അത്രയും അഹങ്കാരവും പിന്നെ വേണ്ട എന്നങ്ങ് വെക്കും. എന്നിട്ട് അവസാനം താങ്കളുടെ കയ്യിലിരിപ്പുണ്ടോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ കയ്യിലിരിപ്പുണ്ടോ അവിടുത്തെ പണി അങ്ങ് പോവാണെന്ന് നോക്കും. ആ കോർപ്പറേറ്റ് കമ്പനിയുടെ ജോലി അങ്ങ് പോവാണെന്ന് നോക്കും. അല്ലെങ്കിൽ താങ്കൾക്ക് രാജിവെക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ വീണ്ടും മറ്റേ ആളെ തിരിച്ചു വിളിക്കുകയാണ്, ചേട്ടാ അല്ലെങ്കിൽ സാറേ അന്ന് പറഞ്ഞ ജോലി ഇപ്പോൾ ഉണ്ടോ? അപ്പോൾ അയാൾ പറയും ഉണ്ടല്ലോ, കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പോരെ. ശരിയാണ്, സിമ്പിൾ ആണ്. ഇതാണ് ഉദാഹരണം. പി.വി. അൻവർ അന്ന് എന്താണ് MLA ആണ്, നിലമ്പൂരിന്റെ MLA ആണ്. രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. ചാനലുകൾ മുഴുവൻ പി.വി. അൻവർ എന്ന ഒറ്റ ടൈറ്റിലുള്ളൂ. ആ സമയത്ത് UDFിലേക്ക് വന്നാൽ പി.വി. അൻവർ ചോദിക്കാൻ പോകുന്നത് എന്താ? കീ പോസ്റ്റുകളാണ് ചോദിക്കുക. ചിലപ്പോൾ അടുത്തവണ 5 സീറ്റൊക്കെ ചോദിച്ചോളൂ പി.വി. അൻവർ. ഇപ്പൊ എന്താ അവസ്ഥ? പി.വി. അൻവർ ഒരു ഗതിയില്ല, പരഗതിയില്ല, കയ്യിലിരിക്കുന്ന എല്ലാം പോയി. ഇപ്പൊ നോ കണ്ടീഷൻസ്, UDF എന്ത് പറയുന്നോ ഒന്ന് നിർത്തിയാൽ മതി കൂടെ എന്ന സാഹചര്യത്തിലേക്ക് പി.വി. അൻവർ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഉദാഹരണം കട്ട് ചെയ്ത് റീലായിട്ട് സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ ഇടും എന്ന് ഞാൻ വിചാരിക്കുന്നു.